നമ്മളൊരു ഫാനാണ്, ഒരു ഭ്രാന്തനായ ഫാൻ എന്ന് പറയാൻ നോക്കുകയാണെങ്കിൽ പ്രേം നസീർ സാറിൻ്റെ ഒരു ഭ്രാന്തനായ ഫാൻ. ഇവിടെ പറയേണ്ട അല്ലെങ്കിൽ പറയാം, ഇപ്പോഴും ഞാൻ ഒരു പുതിയ ഫാനിൻ്റെ പുറകെയാണ്. ഭ്രാന്തമായ ഫാൻ ശ്രീ നരേന്ദ്രമോദിജി. ഐ എം എ ബിഗ് ഫാൻ ഓഫ് ഹിം ടുഡേ ഫോർ വാട്ട് എവർ ഹീസ് ഡൂയിങ്. എത്രയോ വർഷം നീ എന്നെ കൊണ്ടു നടന്നാണ്, ഇന്ന് നീ എന്നെ താഴെ ഇട്ടു. പക്ഷെ കുഴപ്പം നിൻ്റെ അല്ല, എൻ്റെയാണ്. ഒരു സിനിമയിൽ 20 ദിവസം അഭിനയിക്കാൻ കൊടുത്ത ശേഷം 16 ദിവസം കൊണ്ട് ആ സിനിമ തീർത്തു കഴിഞ്ഞപ്പോൾ ആ പ്രൊഡ്യൂസറിനെ വിളിച്ചിട്ട് ആ 4 ദിവസത്തെ പൈസ തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഒരു കലാകാരൻ്റെ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നതാണ്, അതൊന്നും ഇനിയുള്ള കാലത്ത് ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഐ ക്യാൻ പ്രൗഡ്ലി സേ നസീർ സാർ ഇസ് എ ഗോഡ് ഓഫ് മലയാളം സിനിമ. ഈസ് എ ഗോഡ് ഓഫ് മലയാളം. 3 ജീവിതമായിരുന്നു എനിക്ക്. ഒന്ന്, സിനിമ കണ്ടു നടന്ന കാലം, പിന്നീട് സിനിമ മോഹിച്ച കാലം, പിന്നീട് സിനിമ ചെയ്ത കാലം. ഇതിലേറ്റവും മോഹിച്ച കാലത്തും സിനിമ ചെയ്ത കാലത്തും ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് എന്താ പറയുന്നത് പ്രോബ്ലംസ്. ഐ ഫേസ് ലോട്ട് ഓഫ് പ്രോബ്ലംസ്. കാര്യം എത്തിപ്പെടാനുള്ള പ്രോബ്ലമായിരുന്നു അവസാനം, അത് കഴിഞ്ഞ് പിടിച്ചു നിൽക്കാനായിട്ടുള്ള ഒരു പ്രോബ്ലമായിരുന്നു രണ്ടാമത്. പക്ഷെ ഇതൊന്നുമല്ല, സുഖമായിട്ടുണ്ടായിരുന്ന കാലമുണ്ടായിരുന്നു. സിനിമ കണ്ടു നടന്ന കാലം, സിനിമ മോഹിച്ച കാലം. സോ അന്ന് നമ്മളൊരു ഫാനാണ്, ഒരു ഭ്രാന്തനായ ഫാൻ എന്ന് പറയാൻ നോക്കുകയാണെങ്കിൽ പ്രേം നസീർ സാറിൻ്റെ ഒരു ഭ്രാന്തനായ ഫാൻ. കാരണം ആദ്യം കണ്ട സിനിമ അടിമകൾ, അതിനുശേഷം പല തരത്തിലുള്ള സിനിമകൾ, CID നസീർ മുതൽ ധർമ്മയുദ്ധം വരെ, അങ്ങനെയുള്ള പല ഇരുട്ടിൻ്റെ ആത്മാവിലെ വേലായുധൻ വരെ സാറിൻ്റെ പല രീതിയിലുള്ള പെർഫോമൻസുകളും പല രീതിയിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന സിനിമകൾ ഞാൻ ആസ്വദിച്ചിട്ടുണ്ട്. ശരിക്കും അന്നത്തെ ഒരു വലിയ ആഗ്രഹമായിരുന്നു നസീർ സാറിനെ ഒന്ന് കാണുക. നസീർ സാറിനെ കാണുക എന്നുള്ള ആഗ്രഹം ഇങ്ങനെ വെച്ചുകൊള്ളട്ടെ. കാര്യം സ്ക്രീനിൽ മാത്രം കണ്ട ഒരാളെ നേരിൽ കാണുക എന്ന് പറയുന്നൊരു, ഇന്നത്തെ കുട്ടികൾക്ക് പോലും കൂടുതൽ എക്സ്പോഷർ ഉണ്ടായിട്ട് പോലും അന്നത്തെ കാലത്ത് അതൊരു അസാധ്യമായ കാര്യമായിരുന്നു. കാരണം സിനിമ മദ്രാസിലാണ്, വല്ലപ്പോഴും മാത്രമേ അവരൊക്കെ ഇങ്ങോട്ട് വരുള്ളൂ. പല പ്രാവശ്യം ഞാൻ ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് നേരിട്ടൊന്ന് കാണാം. ബിക്കോസ് ഐ വാസ് എ ബിഗ് ഫാൻ ഓഫ് പ്രേം നസീർ. അതായത് ഈ ഫാൻ എന്ന് പറയുന്നത് ഓരോ കാലത്തോന്നാണ്. അത് കഴിഞ്ഞിട്ട് ഐ ബിക്കം എ ബിഗ് ഫാൻ. അത് കഴിഞ്ഞപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയപ്പോൾ ഐ ബിക്കം എ ബിഗ് ഫാൻ ഓഫ് പട്ടൗഡി നവാബ്. അത് കഴിഞ്ഞപ്പോൾ സാഹിത്യത്തിൻ്റെ രീതിയിൽ നോക്കി ഐ വാസ് എ ബിഗ് ഫാൻ ഓഫ് MT വാസുദേവൻ നായർ. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിന്ദി സിനിമയിലേക്ക് പോയപ്പോൾ ഐ ബിക്കം എ ബിഗ് ഫാൻ ഓഫ് അമിതാഭ് ബച്ചൻ. ഇവിടെ പറയേണ്ട അല്ലെങ്കിൽ പറയാം, ഇപ്പോഴും ഞാൻ ഒരു പുതിയ ഫാനിൻ്റെ പുറകെയാണ്. ഭ്രാന്തമായ ഫാൻ ശ്രീ നരേന്ദ്രമോദിജി. ഐ എം എ ബിഗ് ഫാൻ ഓഫ് ഹിം ടുഡേ ഫോർ വാട്ട് എവർ ഹീസ് ഡൂയിങ്. അതുകൊണ്ട് ഫാൻ ബോയ് എന്ന് പറഞ്ഞത് ഒരു ഇതിലില്ല. പക്ഷേ ആദ്യത്തെ ഫാനിൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടൊരു ഫാനായത് ശ്രീ നസീർ സാറിന്. എനിക്കൊരു വലിയ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിനെ കണ്ടുമുട്ടി, അദ്ദേഹമായിട്ട് സിനിമകൾ ചെയ്തു. പക്ഷെ അവസാനത്തെ ലാസ്റ്റ് ഷോട്ട് ഓഫ് നസീർ സാർ വാസ് ഷോട്ട് ബൈ മീ. കാരണം അത് ഒരു വലിയ സംഭവമാണ്, അതിവിടെ പറഞ്ഞേ പറ്റുള്ളൂ. ധന്യയാണ് ആദ്യം അവസാനമായിട്ട് റിലീസായെങ്കിലും അവസാനമായിട്ട് ഷൂട്ട് ചെയ്ത് തീർത്ത പടം കടത്തനാടനമ്പാടിയായിരുന്നു. അന്ന് സാറിനൊരു ഫേവറേറ്റ് ഹോഴ്സ് ഉണ്ട്, നെപ്പോളിയൻ. ആ കുതിരയുടെ പുറത്തല്ല നസീർ സാർ കയറില്ല. ഹി വാസ് എ ഫാന്റാസ്റ്റിക് ഹോഴ്സ് റൈഡർ. അങ്ങനെ ഞാൻ ഉദയ സ്റ്റുഡിയോയിൽ വെച്ച് സാറിൻ്റെ ഒരു ഷോട്ട് എടുക്കുന്ന സമയത്ത് ആദ്യമായിട്ട് സാറ് കുതിരപ്പുറത്തുനിന്ന് താഴെ വീണ് ഒരു വിരലൊടിഞ്ഞു. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പ്ലാസ്റ്ററൊക്കെ ഇട്ട് തിരിച്ചു വന്നിട്ട് ഞങ്ങളെല്ലാവരും ക്ഷമാപണം ത്തിന് വേണ്ടി ക്ഷമിക്കണം എന്ന് പറയാൻ കാത്തു നിൽക്കുകയായിരുന്നു. സാർ ചിരിച്ചു വന്നു. എവിടെയുണ്ട് നെപ്പോളിയൻ എന്ന് ചോദിച്ചു. നേരെ കുതിരയുടെ അടുത്ത് പോയിട്ട് അതിനെങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എത്രയോ വർഷം നീ എന്നെ കൊണ്ടു നടന്നാണ്, ഇന്ന് നീ എന്നെ താഴെ ഇട്ടു. പക്ഷെ കുഴപ്പം നിൻ്റെ അല്ല, എൻ്റെയാണ്. ഞാൻ ഇനിമേലിൽ മറ്റൊരു കുതിരയുടെ പുറത്ത് കയറില്ല. എന്നോട് കുതിര
പുറത്ത് കയറുന്ന ജോലി ഞാൻ നിർത്തി. മാത്രമല്ല ഇനി അധികം സിനിമ ഞാൻ ചെയ്യുന്നില്ലെന്നും തീരുമാനിച്ചു. കാരണം ഇത് ദൈവം എന്നെ അറിയിച്ച ഒരു കാര്യമാണ്, മതിയാക്കാൻ സമയമായിരുന്നു. അതെനിക്കറിയില്ല അതൊരു സത്യമായി മാറിയതോ എന്താണ് അതിന് ശേഷം ഉണ്ടായെന്ന് നമുക്ക് അറിയില്ല. ഏത് പക്ഷേ നസീർ സാറിന് തന്നെ തോന്നി കാണും. കാലം ഓരോന്ന് നിർത്താൻ പറയുന്നു, കാലം ഓരോന്ന് അവസാനിപ്പിക്കാൻ പറയുന്നു, സാറിന് തോന്നി കാണും. അന്ന് വാക്ക് സാറ് പറയുന്നു ഞങ്ങൾക്കൊക്കെ ഒരു അതിശയമായിട്ട് തോന്നി. പക്ഷെ വളരെ ചിരിച്ചുകൊണ്ട് ആ കുതിരയോടെയാണ് സംസാരിച്ചത്, ഞങ്ങളോടല്ല. ഇന്ന് വരെ ഞാൻ എത്രയോ വർഷം അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട്. ഇന്ന് വരെ ആരോടെങ്കിലും ഒന്ന് കടുപ്പിച്ചൊരു വാക്ക് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. എത്രയോ ഇന്നത്തെ പല നടന്മാരെയും കാണുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് ആരുടെയും പേര് പറയുന്നില്ല. അപ്പോഴാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും, എനിക്കും സുരേഷിനും ഒക്കെ നസീർ സാറിനോടുള്ള ബഹുമാനം കൂടി വരുന്നത്. ഒരു സിനിമയിൽ 20 ദിവസം അഭിനയിക്കാൻ കൊടുത്ത ശേഷം 16 ദിവസം കൊണ്ട് ആ സിനിമ തീർത്ത് കഴിഞ്ഞപ്പോൾ ആ പ്രൊഡ്യൂസറിനെ വിളിച്ചിട്ട് ആ 4 ദിവസത്തെ പൈസ തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ 16 ദിവസം കൊണ്ട് നിങ്ങളുടെ ജോലി തീർത്തല്ലോ, 4 ദിവസം ഞാൻ വേറൊരു പ്രൊഡ്യൂസർക്ക് കൊടുത്തപ്പോൾ അദ്ദേഹം പൈസ തന്നു, അതുകൊണ്ട് ഈ 4 ദിവസത്തെ പൈസ എനിക്ക് വേണ്ട. അത് പൈസ മാത്രമല്ല, എനിക്കൊരു തോന്നുന്നു ഒരു കലാകാരൻ്റെ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നതാണ്. അതൊന്നും ഇനിയുള്ള കാലത്ത് ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അവിടെയൊക്കെയാണ് പത്മഭൂഷണും പത്മശ്രീക്കും ഒക്കെ മുകളിൽ ഈ മനുഷ്യൻ വലുതാകുന്നത്. I can proudly say Nasir sir is a god of Malayalam cinema. He is a god of Malayalam cinema. നസീർ സാർ ഇല്ലാത്തൊരു മലയാള സിനിമ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അതുകൊണ്ട് അംഗീകാരങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഇതിനു മുൻപും. ആ അംഗീകാരങ്ങളെല്ലാം പ്രോത്സാഹനങ്ങളായിരുന്നു. We always say that every award is a recognition. This award is not a recognition. This is my pride. ഇതെൻ്റെ അഭിമാനമാണ്. ഞാൻ സുരേഷ് ഭായ്, ഞാൻ നടന്ന് വളർന്ന് ഇതേ ടാഗോർ തിയേറ്ററിൽ ഞാൻ ഒരുപാട് സിനിമകൾ കണ്ട് ഇരുന്ന ഈ സ്റ്റേജിൽ എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല ഇങ്ങനൊരു അംഗീകാരം എനിക്ക് കിട്ടുമെന്ന്. ഐ എം താങ്കിങ് ഗോഡ്, my parents and all the people who supported me for a huge travel of my career which made me stand here at the end. Thank you so much. Thank you very much. വളരെ നന്ദി സർ.